പാലക്കാട് നെന്മാറ ഇരട്ടക്കൊലക്കേസ് പ്രതി ചെന്താമരയെ ഇന്ന് ആലത്തൂർ കോടതിയിൽ ഹാജരാക്കും. ഇന്നലെ രാത്രി 10 മണിയോടെ പോത്തുണ്ടി തിരുത്തൻപാടത്ത് വെച്ചാണ് ചെന്താമരയെ പോലീസ് പിടികൂടിയത്. ജനശ്രദ്ധ തിരിക്കാനായിരുന്നു ഇന്നലെ രാത്രി കൂട്ടത്തെരച്ചിൽ നടത്തിയത്. നാട്ടുകാർ മാട്ടായിലെത്തിയതോടെ പോലീസ് ചെന്താമരയെ പിടികൂടി. നാട്ടുകാരും പോലീസും പലവട്ടം തെരച്ചിൽ നടത്തുന്നത് കണ്ടിരുന്നെന്ന് കൊലയാളിയായ ചെന്താമര. കൊലപാതകത്തിന് തലേന്ന് സുധാകരനുമായുണ്ടായ വാക്കുതർക്കവും പ്രകോപന കാരണമായി. കൊല്ലാനുള്ള കൊടുവാൾ എലവഞ്ചേരിയിൽ നിന്നാണ് വാങ്ങിയത്. സ്വന്തം കുടുംബത്തെയും ചെന്താമര കൊല്ലാനായി പദ്ധതിയിട്ടിരുന്നു. നെന്മാറ സ്റ്റേഷനിലെത്തിച്ച പ്രതിക്കെതിരെ ജനരോഷം അണപൊട്ടിയതോടെ പോലീസിന് ലാത്തി വീശേണ്ടി വന്നു. സുരക്ഷ കണക്കിലെടുത്ത് ചെന്താമരയെ ആലത്തൂർ ഡിവൈഎസ്പി ഓഫീസിലേക്ക് മാറ്റി. ആശ്വാസം എന്ത് തോന്നണം, ഇതേപോലെയല്ലേ അതിനെയും കൊന്നിട്ട് കൊണ്ടുപോയിട്ട് ഇവർ വിട്ടത് 5 മാസം കഴിഞ്ഞ്. പിന്നെയും ഞാൻ പോയി പരാതി കൊടുത്തല്ലോ. ഇപ്പം 2 അരയായല്ലോ. ഇപ്പം ഞാനും ഓടിയുണ്ടെങ്കിൽ ഞാനും പോയല്ലേ അല്ല പറയുക. ഇനിയിപ്പോൾ എന്ത് ആശ്വാസം തോന്നുന്നു. ഇവർ പിടിച്ചിട്ട് പോയി ജാമ്യം കൊടുത്തു, അത് കൊടുത്തു പറ്റല്ലേ വിടുന്നത്. ഒരിക്കലും ഒന്നും ജാമ്യം കൊടുക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ അയാൾ കൊല്ലണം. അതാണ് ഞങ്ങൾക്ക് വേണ്ടത്. മടങ്ങി വന്ന് അപായപ്പെടുത്തുമെന്നുള്ള അത് ഉറപ്പായിട്ടുണ്ട്. അത് ഞാൻ ആദ്യം തന്നെ ഇയാൾ വന്നപ്പോൾ തന്നെ കൊണ്ടുപോയി പരാതി പറഞ്ഞല്ലോ. അല്ലേ എൻ്റെ ഒരു ഇതെടുത്തതാണെങ്കിൽ അപ്പം 2 ആത്മാക്കൾ പോവില്ലല്ലോ. കുട്ടികൾക്ക് അച്ഛനും അമ്മയും ഇല്ലാതായില്ലേ. ഇനി ഇയാള് പോലീസുകാരനെയും പറ്റിച്ചിട്ട് വരും. പോലീസുകാരന് ഇപ്പം എന്തുറപ്പില്ല ഈ പോലീസുകാർ കൊണ്ടുപോയിരിക്കുന്നത്. വിവരങ്ങളുമായി പാലക്കാട് നിന്നും പ്രസാദ് ഉടുമ്പശ്ശേരിയും ലെവിൻ കെ വിജയനുമുണ്ട്. ആദ്യം പ്രസാദ് ഉടുമ്പശ്ശേരിയിലേക്കാണ്. പ്രസാദ്, വളരെ ആസൂത്രിതമായിട്ടുള്ള നീക്കങ്ങളാണ് പോലീസ് നടത്തിയതെന്നാണ് ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന വിവരം. ശ്രദ്ധ തിരിച്ചതിന് ശേഷം അറസ്റ്റ് നടത്തുക. എന്നാൽ പോലീസ് എത്ര ശക്തമായ ബന്ദോബസ്തിലാക്കിയാലും ഇയാൾ തിരിച്ചു വരുമെന്നും കൊലപ്പെടുത്തുമെന്നുമാണ് പുഷ്പ ഉൾപ്പെടെയുള്ള ആളുകൾ, അതായത് ഇയാളുടെ ഈ കൊലപാതക പട്ടികയിൽ ഇയാൾ ഉൾപ്പെടുത്തിയിരുന്ന പുഷ്പ ഉൾപ്പെടെയുള്ള ആളുകൾ നമ്മളോട് പ്രതികരിച്ചിട്ടുള്ളത്. അപ്പോൾ ഇനി എന്തായിരിക്കും ഈ ചെന്താമരയെ വെച്ചുകൊണ്ട് പോലീസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? നിയമ നടപടികൾ എങ്ങനെയായിരിക്കും പുരോഗമിക്കുക? ഒപ്പം തന്നെ പോലീസിൻ്റെ നീക്കങ്ങൾ എങ്ങനെയായിരിക്കുമെന്നാണ് വിശദമാക്കാൻ കഴിയുക? ഗൗതം, ഇപ്പോൾ ചെന്താമരയിൽ നിന്നും ആദ്യമായി ഒരു പ്രാഥമിക മൊഴിയെടുക്കൽ മാത്രമാണ് പൂർത്തിയായിട്ടുള്ളത്. ഇന്നിപ്പോൾ രാവിലെ വിശദമായ മൊഴിയെടുക്കും. അതിൽ എന്താണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെന്താമരയിൽ നിന്നും പോലീസിന് അറിയേണ്ടതുണ്ട്. മറ്റൊന്ന് 10 മണിക്ക് ഇന്ന് പാലക്കാട് SP അജിത് കുമാർ മാധ്യമങ്ങളെ കാണുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പൂർണ്ണമായുള്ള വിശദീകരണം അദ്ദേഹം നൽകും. ഇപ്പോൾ നമുക്ക് കിട്ടുന്ന ഇന്നലത്തെ പ്രാഥമികമായ മൊഴിയെടുക്കലിൽ ചെന്താമര പോലീസിനോട് പറഞ്ഞിട്ടുള്ളത് പ്രധാനപ്പെട്ടത് ഒന്ന്, എന്തുകൊണ്ടാണ് അമ്മയും മകനെയും വെട്ടിക്കൊലപ്പെടുത്തിയത് എന്ന് പറയുന്നത് ആസൂത്രിതമായിരുന്നു എന്നുള്ളത് തന്നെയാണ് അതിലെ പ്രധാനപ്പെട്ട കാര്യം. അവർക്ക് എന്നെ കാണുമ്പോൾ ഒരു ചൊറിച്ചിലാണ് എന്നാണ് സുധാകരനും സുധാകരൻ്റെ അമ്മയ്ക്കും അവർ എന്നെ കാണുമ്പോൾ ഒരു ചൊറിച്ചിലാണ് എന്നുള്ളതാണ് ഈ ചെന്താമര പോലീസിനോട് പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ അസ്വസ്ഥത തീർക്കാൻ വേണ്ടിയാണ് ഈ കൊലപാതകം. അതോടൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ കൊല്ലാൻ വേണ്ടി പുതിയ ആയുധം മേടിച്ചു, എലവഞ്ചേരിയിൽ നിന്നും കൊടുവാൾ മേടിച്ചു എന്നുള്ളത് കൂടി പോലീസിനോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അയാൾ കൃത്യമായി ആസൂത്രണം ചെയ്തു തന്നെയാണ് ഈ കൊലപാതകം നടത്തിയിട്ടുള്ളത്. പുതിയ കൊടുവാൾ അതിനായി എലവഞ്ചേരിയിൽ നിന്നും ഈ പ്രതിയായ ചെന്താമര മേടിച്ചിരിക്കുന്നു. പിന്നീട് ഈ കൊല നടത്തിയതിനു ശേഷം ഇയാൾ ഒളിവിൽ പോയത് പോത്തുണ്ടി മലയിലാണ്. അവിടെ ഒളിവിൽ കഴിയുന്ന സമയത്ത് ഈ പോലീസിൻ്റെ അവിടെ നിന്നും ഡ്രോൺ പറത്തുന്നതും മറ്റുമായിട്ടുള്ള ദൃശ്യങ്ങളെല്ലാം തന്നെ ഇയാൾക്ക് കാണാൻ കഴിയുമായിരുന്നു. എന്നാൽ പോലീസ് വളരെ ബുദ്ധിപരമായി നടത്തിയ ഒരു നീക്കം, അതിന് സഹായിച്ചത് ഒരുപക്ഷെ ചെന്താമരയുടെ സഹോദരൻ കൂടിയാണ് എന്ന് പറയേണ്ടി വരും. ഇയാൾ 2 ദിവസം കഴിയുമ്പോൾ തന്നെ ഈ തിരിച്ചു വരും, അയാളുടെ വീട്ടിലേക്കോ തറവാട്ടിലേക്കോ തിരിച്ചു വരാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് ചെന്താമരയുടെ സഹോദരൻ പോലീസിനോട് പറഞ്ഞിരുന്നു. അതായത് ഇയാൾക്ക് വിശപ്പ് സഹിക്കാനാവില്ല, 2 ദിവസത്തിൽ കൂടുതൽ വിശന്നിരിക്കാൻ ചെന്താമരയ്ക്ക് കഴിയില്ല. അങ്ങനെ അയാൾ ഭക്ഷണം തേടി സാധാരണഗതിയിൽ കഴിഞ്ഞ 2019 കൊലപാതകം ഈ സുധാകരൻ്റെ ഭാര്യയെ കൊലപ്പെടുത്തിയ സമയത്ത് ഒളിഞ്ഞിരിക്കുന്ന അയാൾ പിന്നീട് വന്നത് തറവാട്ടിൽ വെച്ചാണ്. അവിടെ നിന്ന് ഭക്ഷണം കഴിക്കുമ്പോഴായിരുന്നു പോലീസ് പിടികൂടിയത്. അതേ തന്ത്രം തന്നെയാണ് പോലീസ് ഇത്തവണയും പ്രയോഗിച്ചത് എന്നുള്ളതാണ്. അപ്പോൾ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, ഇന്നലെ നമ്മൾ കണ്ടതാണ്, മാട്ടായിൽ വലിയ ഈ പ്രതിയെ കണ്ടു, ചെന്താമരയെ കണ്ടു എന്ന് പറഞ്ഞുകൊണ്ട് പോലീസും നാട്ടുകാരും എല്ലാം തന്നെ വലിയ തോതിലൊരു തെരച്ചിൽ നടത്തിയതാണ്. അത് ഒരുപക്ഷെ ഇത്ര ആ സമയത്ത് അവിടെ നിന്നും ഈ ചെന്താമരയെ പിടിച്ചിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ചെന്താമരയെ ജീവനോടെ പോലും പോലീസിന് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകാൻ കഴിയുമായിരുന്നില്ല. കാരണം അത് തെളിയിക്കുന്നതായിരുന്നു ചെന്താമരയുടെ അറസ്റ്റിന് ശേഷം നെന്മാറ പോലീസ് സ്റ്റേഷന് മുമ്പിൽ നടന്ന ആ സംഭവവികാസങ്ങളെല്ലാം. അതുകൊണ്ട് തന്നെ പോലീസ് ആ തിരച്ചിൽ നടത്തിയത് ഒരു ശ്രദ്ധ തിരിച്ചുവിടാൻ വേണ്ടി ആയിരുന്നു. കാരണം മുഴുവൻ ആളുകളെയും, ബോയം കോളനിയിലെയും അതോടൊപ്പം തന്നെ ആ സമീപവാസികളിലെയും ചെറുപ്പക്കാരായ അവിടുത്തെ മുഴുവൻ നാട്ടുകാരുടെയും ശ്രദ്ധ ഈ മാട്ടായിലേക്ക് കൊണ്ടുവരികയും അവിടെ നിന്ന് അതേ സമയത്ത് പോലീസ്
പോലീസ് സമാന്തരമായി ഈ ചെന്താമരയെ പിടികൂടുകയും ചെയ്തു. 10 മണിയോടുകൂടി തന്നെ ഇയാളുടെ വീടിന് സമീപത്തുള്ള തുരത്തം പാടത്ത് എന്ന് പറയുന്ന ഈ പോത്തുണ്ടി ഡാമിനോട് ചേർന്ന് കിടക്കുന്ന ആ പ്രദേശത്ത്, പോത്തുണ്ടി മലയോട് ചേർന്ന് കിടക്കുന്ന ആ പ്രദേശത്ത് ഇയാൾ വരുന്ന സമയത്ത് ഇയാളെ പിടിക്കുകയാണ് അപ്പോൾ ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പോലീസിന് വളരെ വേഗത്തിൽ ഇയാളെ വൈദ്യപരിശോധന നടത്തേണ്ടതുണ്ടായിരുന്നു. അപ്പോൾ പോലീസ് ജീപ്പ് ഒഴിവാക്കി സ്വകാര്യ വാഹനത്തിൽ പോകുന്നു. പിന്നീട് നെന്മാറ സ്റ്റേഷനിലേക്ക് പോകുന്നു. അപ്പോഴേക്കും കാട്ടുതീ പോലെ ഈ വാർത്ത പടർന്നു കഴിഞ്ഞിരുന്നു. കേട്ടവർ പോലീസ് സ്റ്റേഷനിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. അവർ പോലീസ് സ്റ്റേഷന്റെ ഗേറ്റ് തകർത്ത് അകത്തേക്ക് കടക്കാനുള്ള ശ്രമം നടത്തി. അങ്ങനെ പോലീസിന് അവിടെ ലാത്തി വീശേണ്ടി വന്നു. വലിയ തോതിലുള്ള ഒരു പ്രതിരോധം പോലീസിന് തീർക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായി എന്നുള്ളതാണ്. അത് തെളിയിക്കുന്നത് ആ തെരച്ചിൽ ഉണ്ടായിരുന്നില്ല എങ്കിൽ, മാട്ടായിലെ ആ കൂട്ടത്തെരച്ചിൽ ഉണ്ടായിരുന്നില്ല എങ്കിൽ അവിടുന്ന് ഇയാളെ പിടികൂടുന്ന സമയത്ത് തന്നെ നാട്ടുകാർ അവിടെ വരികയും അവരെ തടുക്കാൻ കഴിയാത്ത രീതിയിലേക്ക് പോലീസിന് പോകുകയും ചെയ്യും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി പോലീസിന് ഒരു പക്ഷേ ലാത്തി വീശുന്നതിൻ്റെ അപ്പുറത്തേക്ക് കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും. പോലീസും ഈ സാഹചര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് അങ്ങനെ ഒരു നടപടി സ്വീകരിച്ചതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും ചെന്താമര ഇപ്പോൾ വലയിലായിരിക്കുന്നു, ചെന്താമര പിടിയിലായിരിക്കുന്നു. അതിൽ ചെന്താമരയുടെ നിന്നും കിട്ടിയ പ്രാഥമിക വിവരങ്ങൾ അയാൾക്ക് 5 പേരെ കൊലപ്പെടുത്താനുണ്ട് എന്നുള്ളതാണ്. അതിൽ 2 പേരുടെ കൊലപാതകമാണ് കഴിഞ്ഞത്. അയാളുടെ ഭാര്യയെയും മകളെയും മരുമകനെയും എല്ലാം കൊല്ലുമെന്ന് ഇയാൾ ഭീഷണിപ്പെടുത്തിയിരുന്നു. അയാളുടെ അയൽവാസി പുഷ്പയെ ഭീഷണിപ്പെടുത്തിയിരുന്നു. അപ്പോൾ ഇയാളെ സംബന്ധിച്ചിടത്തോളം ഇയാളൊരു കൊടും കൊലയാളി എന്ന രീതിയിൽ തന്നെ ഇയാളെ കാണേണ്ടതുണ്ട്. അയാൾ പറഞ്ഞിരുന്നത്, ഇപ്പോൾ നമ്മൾ ഇന്ന് രാവിലെ ഇവരുടെ മകളുടെ, അതായത് സുധാകരൻ്റെ 2 മക്കളെയും കണ്ടപ്പോൾ അവർ പറഞ്ഞത് ആശ്വാസത്തോടൊപ്പം അവർ ഈ സംഭവത്തിന് ശേഷം അവർക്ക് അവരുടെ ബന്ധുക്കൾ പറഞ്ഞിരുന്നത് പേടിയായിരുന്നു. ഇയാൾ രാത്രി ഒളിവിൽ കഴിയുമ്പോൾ അയാളെങ്ങാനും വീട്ടിലേക്ക് വരുമോ എന്ന് പേടിച്ച് കഴിയുകയായിരുന്നു എന്നുള്ളതാണ് അവർ പറയുന്നത്. അത് ഇവർ മാത്രമല്ല, അവിടുത്തെ പുഷ്പ ഉൾപ്പെടെയുള്ള ആളുകളെല്ലാം തന്നെ അക്കാര്യം തന്നെയാണ് പറഞ്ഞിരുന്നത്. അത്രയേറെ ഭയത്തോടു കൂടിയാണ് അവർ കഴിഞ്ഞത്. ചെന്താമരയെ പിടികൂടിയതിൻ്റെ ആശ്വാസം അവർക്കുണ്ട്. ഇനി അവരുടെ ആകെ അഭ്യർത്ഥന പരമാവധി ശിക്ഷ മേടിച്ചു കൊടുക്കാൻ പോലീസും പ്രോസിക്യൂഷനും എല്ലാം തന്നെ തയ്യാറാകണം. അതിന് വധശിക്ഷ തന്നെ വേണമെന്നുള്ളതാണ് ഇവരെല്ലാം ഒരുപോലെ ആവശ്യപ്പെടുന്നത്. അതോടൊപ്പം തന്നെ